ഏവർക്കും ഈ സ്കൂളിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് 12 ടെൻസുകളെ വളരെ പെട്ടെന്ന് എങ്ങനെ മനസ്സിലാക്കി പഠിക്കാം എന്നുള്ളതാണ്. നിങ്ങൾ ഈ അധ്യായം പഠിക്കുന്നതിന് മുമ്പായിട്ട് 44-ാം അധ്യായം കേട്ടിട്ട് വേണം ഈ അധ്യായം കേൾക്കുവാൻ. കാരണം കഴിഞ്ഞ അധ്യായത്തിൽ ടെൻസുകൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ടെൻസുകളെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. 1 പ്രസൻറ്റ് ടെൻസ്, 2 പാസ്റ്റ് ടെൻസ്, 3 ഫ്യൂച്ചർ ടെൻസ്. ഈ 3 ടെൻസുകളെയും കൂടുതലായി പഠിക്കേണ്ടതിന് പ്രസൻറ്റ് ടെൻസിൽ 4ആയും പാസ്റ്റ് ടെൻസിൽ 4ആയും ഫ്യൂച്ചർ ടെൻസിൽ 4ആയും തരംതിരിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യമായി പഠിക്കുവാൻ പോകുന്നത് പ്രസൻറ്റ് ടെൻസിനെ കുറിച്ചാണ്. പ്രസൻറ്റ് ടെൻസിനെ 4ആയി തരംതിരിച്ചിട്ടുണ്ട്. 1 സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, 2 പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, 3 പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, 4 പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. 1 സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഇവ ഉപയോഗിക്കേണ്ടുന്ന സാഹചര്യത്തെപ്പറ്റി പറഞ്ഞാൽ നമ്മൾ പതിവായി ചെയ്യുന്ന ഒരു കാര്യത്തെപ്പറ്റി അഥവാ ഒരു സംഭവത്തെപ്പറ്റി പറയുവാനായിട്ടാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ നിയമം വന്നിട്ട് സബ്ജക്റ്റ് പ്ലസ് V1 എന്നാണ്. എന്നാൽ മറ്റൊരു രീതിയിലും ഇതിൻ്റെ നിയമത്തെ കാണുവാൻ കഴിയും. സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് V1 എന്ന്. പിന്നീട് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഈ നിയമത്തെപ്പറ്റി മറ്റൊരു ക്ലാസ്സിൽ, അതായത് സെക്കൻഡ് ലെവലിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. സബ്ജക്റ്റ് പ്ലസ് V1 എന്നതാണ് ഇവയുടെ നിയമം. സബ്ജക്റ്റ് എന്നത് I, you, we, they, names, he, she, it, name എന്നിവയാണ്. V1 എന്നത് നമ്മൾ ചെയ്യുന്ന പ്രധാന പ്രവൃത്തി ഏതാണോ അതിനെയാണ് V1 എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് V1ൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് ബ്രാക്കറ്റിൽ S കാണുവാൻ കഴിയും. അത് എന്തിനാണ് അങ്ങനെ എഴുതിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലൂറൽ സബ്ജക്റ്റായിട്ട് വരുന്ന I, you, we, they, names വരുമ്പോൾ V1ഉം, അതുപോലെ തന്നെ സിംഗുലർ സബ്ജക്റ്റായിട്ട് വരുന്ന he, she, it വരുമ്പോൾ V1ൻ്റെ കൂട്ടത്തിൽ S അല്ലെങ്കിൽ ES ചേർക്കണം. നിങ്ങൾ ഇവിടെ പഠിക്കുമ്പോൾ ESും കൂടെ ആഡ് ചെയ്ത് വേണം പഠിക്കുവാൻ. നമ്മൾ ഉദാഹരണങ്ങൾ പഠിക്കുമ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയും. ഇനി നമുക്ക് ഇവയുടെ ഉദാഹരണം ഒന്ന് ശ്രദ്ധിക്കാം. I സ്പീക്ക്, ഞാൻ സംസാരിക്കുന്നു. They റീഡ്, അവർ വായിക്കുന്നു. He മീറ്റ്സ്, അതിൻ്റെ അർത്ഥം അവൻ കണ്ടുമുട്ടുന്നു. She റൈറ്റ്സ്, അതിൻ്റെ അർത്ഥം അവൾ എഴുതുന്നു. ഈ ഉദാഹരണത്തിൽ പ്ലൂറൽ സബ്ജക്റ്റായിട്ട് വരുന്ന I, they ഇവ വന്നപ്പോൾ V1 ആണ് വന്നത്. അതുപോലെ തന്നെ സിംഗുലർ സബ്ജക്റ്റായിട്ട് വരുന്ന he, she എന്നിവ വന്നപ്പോൾ V1ൻ്റെ കൂട്ടത്തിൽ Sഉമാണ് വന്നത്. അതുകൊണ്ട് നിങ്ങൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഒന്നാമതായിട്ട് ഇവയുടെ മലയാളം അർത്ഥം, 2 ഇവ ഉപയോഗിക്കേണ്ടുന്ന സാഹചര്യം, 3 ഇവയുടെ നിയമം, 4 പ്ലൂറൽ സബ്ജക്റ്റായിട്ട് വരുന്ന I, you, we, they, names വരുമ്പോൾ V1ഉം, സിംഗുലർ സബ്ജക്റ്റായിട്ട് വരുന്ന he, she, it, name വരുമ്പോൾ V1ൻ്റെ കൂട്ടത്തിൽ S അല്ലെങ്കിൽ ES ചേർക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്താണെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് പ്രസൻറ്റ് ടെൻസിലെ രണ്ടാമത്തെ ഭാഗമായ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് നമുക്ക് പഠിക്കാം.
പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുകയാണ് എന്നാണ് അർത്ഥം. ഇവ ഉപയോഗിക്കേണ്ടുന്ന സാഹചര്യത്തെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തുടങ്ങിയതും ഇപ്പോൾ തുടരുന്നതുമായിട്ടുള്ള ഒരു കാര്യത്തെപ്പറ്റി അഥവാ ഒരു സംഭവത്തെപ്പറ്റി പറയുവാൻ വേണ്ടിയാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ നിയമം വന്നിട്ട് സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം പ്ലസ് V1 പ്ലസ് ING എന്നതാണ്. സബ്ജക്റ്റ് എന്നത് ഐ, യു, വി, ദൈ, നെയിംസ്, ഹി, ഷി, ഇറ്റ്, നെയിം എന്നിവയാണ്. ഈസ്, ആർ, ആം എന്നത് ആകുന്നു എന്നാണ് അർത്ഥം. ഇവയുടെ അർത്ഥം ഒന്നു തന്നെയാണ്. V1 എന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഏതാണോ അതിനെയാണ് V1 എന്ന് പറയുന്നത്. ഈ V1ൻ്റെ കൂട്ടത്തിൽ ING ചേർത്ത് വേണം ഉപയോഗിക്കുവാൻ. ഇനി നമുക്ക് ഇവയുടെ ഉദാഹരണങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. ഐ ആം സ്പീക്കിംഗ്, അതിൻ്റെ അർത്ഥം ഞാൻ സംസാരിക്കുകയാണ്. ദേ ആർ പ്ലേയിങ്, അതിൻ്റെ അർത്ഥം അവർ കളിക്കുകയാണ്. ഹീ ഈസ് സ്റ്റഡിങ്, അതിൻ്റെ അർത്ഥം അവൻ പഠിക്കുകയാണ്. നിങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾക്കായിട്ട് ചാപ്റ്റർ 10 ശ്രദ്ധിച്ചാൽ മതിയാകും. ഈ ടെൻസ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1. ഇവയുടെ മലയാള അർത്ഥം. 2. ഇവ ഉപയോഗിക്കേണ്ടുന്ന സാഹചര്യം. 3. ഇവയുടെ നിയമം. 4. പ്ലൂറൽ സബ്ജക്റ്റായിട്ട് വരുന്ന ഐ വരുമ്പോൾ ആമും അതുപോലെ തന്നെ പ്ലൂറൽ സബ്ജക്റ്റായിട്ട് വരുന്ന യു, വി, ദൈ, നെയിംസ് വരുമ്പോൾ ആറും സിംഗുലർ സബ്ജക്റ്റായിട്ട് വരുന്ന ഹി, ഷി, ഇറ്റ്, നെയിം വരുമ്പോൾ ഈസുമാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് പ്രസൻറ്റ് ടെൻസിലെ മൂന്നാമത്തെ ഭാഗമായ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് പഠിക്കാം. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു എന്നാണ് അർത്ഥം. ഇവ ഉപയോഗിക്കേണ്ടുന്ന സാഹചര്യത്തെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്തു അല്ലെങ്കിൽ അല്പം മുമ്പ് ചെയ്തു എന്ന ഒരു കാര്യത്തെപ്പറ്റി അഥവാ ഒരു സംഭവത്തെപ്പറ്റി പറയുവാൻ വേണ്ടിയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ ടൈം ആവശ്യമില്ല, കാരണം ഇപ്പോൾ കഴിഞ്ഞതല്ലേ, അതുകൊണ്ട്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ നിയമം വന്നിട്ട് സബ്ജക്റ്റ് പ്ലസ് ഹാവ് അല്ലെങ്കിൽ ഹാസ് പ്ലസ് V3 എന്നതാണ്. സബ്ജക്റ്റ് എന്നത് ഐ, യു, വി, ദൈ, നെയിംസ്, ഹി, ഷി, ഇറ്റ്, നെയിം എന്നിവയാണ്. ഹാവ് അതുപോലെ തന്നെ ഹാസ് എന്നത് ഒരേ അർത്ഥം തന്നെയാണ്. ഇവ ഓക്സിലറി വെർബുകളാണ്. V3 എന്നത് നമ്മൾ ചെയ്യുന്ന പ്രധാന പ്രവൃത്തിയുടെ മൂന്നാമത്തെ രൂപമാണ്. നിങ്ങൾക്ക് ഇവയെക്കുറിച്ച് സംശയമുണ്ട് എങ്കിൽ മുൻ അധ്യായങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. ഈ ടെൻസ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യം കൂടി മനസ്സിലാക്കുക. പ്ലൂറൽ സബ്ജക്റ്റായിട്ട് വരുന്ന ഐ, യു, വി, ദൈ, നെയിംസ് വരുമ്പോൾ ഹാവും സിംഗുലർ സബ്ജക്റ്റായിട്ട് വരുന്ന ഹി, ഷി, ഇറ്റ്, നെയിം വരുമ്പോൾ ഹാസുമാണ് ചേർക്കേണ്ടത്. ഇനി നമുക്ക് ഇവയുടെ ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാം. ഐ ഹാവ് റിട്ടൺ, അതിൻ്റെ അർത്ഥം ഞാൻ എഴുതി. ഷീ ഹാസ് ഗോൺ, അതിൻ്റെ അർത്ഥം അവൾ പോയി. നിങ്ങൾക്ക് കൂടുതൽ ഉദാഹരണത്തിനായിട്ട് ചാപ്റ്റർ 12 ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ കൂടുതൽ ഉദാഹരണങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ടെൻസ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. 1. ഇവയുടെ മലയാളാർത്ഥം. 2. ഇവ ഉപയോഗിക്കേണ്ടുന്ന സാഹചര്യം. 3. ഇവയുടെ നിയമം. 4. പ്ലൂറൽ സബ്ജക്റ്റായിട്ട് വരുന്ന ഐ, യു, വി, ദൈ, നെയിംസ് വരുമ്പോൾ ഹാവും സിംഗുലർ സബ്ജക്റ്റായിട്ട് വരുന്ന ഹി, ഷി, ഇറ്റ്, നെയിം വരുമ്പോൾ ഹാസുമാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ച് നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് പ്രസൻറ്റ് ടെൻസിൻ്റെ നാലാമത്തെ ഭാഗമായ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിക്കാം. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്നാണ് അർത്ഥം. ഇവ ഉപയോഗിക്കേണ്ടുന്ന സാഹചര്യത്തെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ
നേരത്തെ തുടങ്ങിയതും ഇപ്പോൾ തുടരുന്നതുമായിട്ടുള്ള ഒരു കാര്യത്തെപ്പറ്റി അഥവാ ഒരു സംഭവത്തെപ്പറ്റി പറയുവാൻ വേണ്ടിയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇവ ഉപയോഗിക്കേണ്ടുന്ന നിയമത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ നിയമം വന്നിട്ട് സബ്ജക്റ്റ് പ്ലസ് ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ പ്ലസ് V1 പ്ലസ് ING എന്നതാണ്. സബ്ജക്റ്റ് എന്നത് ഐ, യു, വി, ദൈ, നെയിംസ്, ഹി, ഷി, ഇറ്റ്, നെയിം എന്നിവയാണ്. ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ എന്നത് ഓക്സിലറി വെർബുകളാണ്. ഇവയുടെ അർത്ഥം വന്നിട്ട് ഒന്നു തന്നെയാണ്. V1 എന്നത് നമ്മൾ ചെയ്യുന്ന പ്രധാന പ്രവൃത്തി ഏതാണോ അതിനെയാണ് V1 എന്ന് വിളിക്കുന്നത്. ഈ V1ൻ്റെ കൂട്ടത്തിൽ ING ചേർത്ത് വേണം പറയുവാൻ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്ലൂറൽ സബ്ജക്റ്റായിട്ട് വരുന്ന ഐ, യു, വി, ദൈ, നെയിംസ് വരുമ്പോൾ ഹാവ് ബീനും അതുപോലെ തന്നെ സിംഗുലർ സബ്ജക്റ്റായിട്ട് വരുന്ന ഹി, ഷി, ഇറ്റ്, നെയിം വരുമ്പോൾ ഹാസ് ബീനുമാണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് ഇവയുടെ ഉദാഹരണങ്ങൾ പഠിക്കാം. ദൈ ഹാവ് ബീൻ റീഡിങ്, അതിൻ്റെ അർത്ഥം അവർ വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഷീ ഹാസ് ബീൻ പ്രാക്ടീസിങ്, അതിൻ്റെ അർത്ഥം അവൾ പരിശീലിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവയുടെ ഉദാഹരണത്തിനായിട്ട് ചാപ്റ്റർ 15 ശ്രദ്ധിച്ചാൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഉദാഹരണങ്ങൾ കാണുവാൻ കഴിയും. ഈ ടെൻസ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ മറന്നു പോകരുത്. 1. ഇവയുടെ മലയാള അർത്ഥം. 2. ഇവ ഉപയോഗിക്കേണ്ടുന്ന സാഹചര്യം. 3. ഇവയുടെ നിയമം. 4. പ്ലൂറൽ സബ്ജക്റ്റായിട്ട് വരുന്ന ഐ, യു, വി, ദൈ, നെയിംസ് വരുമ്പോൾ ഹാവ് ബീനും അതുപോലെ തന്നെ സിംഗുലർ സബ്ജക്റ്റായിട്ട് വരുന്ന ഹി, ഷി, ഇറ്റ്, നെയിം വരുമ്പോൾ ഹാസ് ബീനുമാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ച് നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് പാസ്റ്റ് ടെൻസിലെ 4 ഭാഗങ്ങളെക്കുറിച്ച് പഠിക്കാം. 1. സിമ്പിൾ പാസ്റ്റ് ടെൻസ്. 2. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. 3. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. 4. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു എന്നാണ് അർത്ഥം. അതായത് ചില നിമിഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് ചെയ്ത ഒരു കാര്യത്തെപ്പറ്റി അഥവാ ഒരു സംഭവത്തെപ്പറ്റി പറയുന്നതിന് വേണ്ടിയാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇവയുടെ നിയമം വന്നിട്ട് സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ടൈം എക്സ്പ്രഷൻ എന്നുള്ളതാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ സമയം ചേർത്ത് വേണം പറയുവാൻ. കൂടാതെ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ മറ്റൊരു നിയമം കൂടി നമുക്ക് കാണുവാൻ കഴിയും. സബ്ജക്റ്റ് പ്ലസ് ഡിഡ് പ്ലസ് V1 പ്ലസ് ടൈം എക്സ്പ്രഷൻ എന്നത്. ഈ നിയമത്തെക്കുറിച്ച് നമ്മൾ 2nd ലെവലിൽ മറ്റൊരു ചാപ്റ്ററിൽ ഇതിനെപ്പറ്റി പഠിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ടൈം എക്സ്പ്രഷൻ എന്ന നിയമത്തെ പറ്റിയാണ്. സബ്ജക്റ്റ് എന്നത് ഐ, യു, വി, ദൈ, നെയിംസ്, ഹി, ഷി, ഇറ്റ്, നെയിം എന്നിവയാണ്. V2 എന്നത് V1ൻ്റെ പാസ്റ്റ് ഫോമാണ്. ടൈം എക്സ്പ്രഷൻ എന്നത് നമ്മൾ ഈ പ്രവൃത്തി എപ്പോഴാണോ ചെയ്തത് ആ സമയത്തെ കുറിക്കുന്നതിന് വേണ്ടിയാണ് ടൈം എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സബ്ജക്റ്റിനെ കുറിച്ചോ V2വിനെ കുറിച്ചോ ടൈം എക്സ്പ്രഷനെ കുറിച്ചോ സംശയമുണ്ടെങ്കിൽ മുൻ ചാപ്റ്ററുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവയെപ്പറ്റി നന്നായി മനസ്സിലാക്കുവാൻ കഴിയും. ഇനി നമുക്ക് ഇവയുടെ ഉദാഹരണങ്ങൾ പഠിക്കാം. ഐ സ്റ്റഡീഡ് 2 hours ago. അതിൻ്റെ അർത്ഥം ഞാൻ 2 മണിക്കൂർ മുമ്പ് പഠിച്ചു. ദൈ വെൻറ്റ് യെസ്റ്റർഡേ. അതിൻ്റെ അർത്ഥം അവർ ഇന്നലെ പോയി. ഷീ കെയിം ലാസ്റ്റ് വീക്ക്. അതിൻ്റെ അർത്ഥം അവൾ കഴിഞ്ഞ ആഴ്ചയിൽ വന്നു.
കൂടുതൽ ഉദാഹരണങ്ങൾക്കായിട്ട് ചാപ്റ്റർ 16 ശ്രദ്ധിച്ചാൽ മതിയാകും. ഇപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പാസ്റ്റ് ടെൻസിലെ രണ്ടാമത്തെ ഭാഗമായ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണെന്ന് പഠിക്കാം. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുകയായിരുന്നു എന്നാണ് അർത്ഥം. അതായത് കഴിഞ്ഞ കാലത്ത് പതിവായി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തെപ്പറ്റി അഥവാ ഒരു സംഭവത്തെപ്പറ്റി പറയുവാൻ വേണ്ടിയാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ നിയമം വന്നിട്ട് സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വെയർ പ്ലസ് V1 പ്ലസ് ING എന്നതാണ്. സബ്ജക്റ്റ് എന്നത് I, you, we, they, names, he, she, it, name എന്നിവയാണ്. ഈ ടെൻസ് പഠിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം പ്ലൂറൽ സബ്ജക്റ്റായിട്ട് വരുന്ന I വരുമ്പോൾ വാസും അതുപോലെ തന്നെ പ്ലൂറൽ സബ്ജക്റ്റായിട്ട് വരുന്ന യു, വി, ദൈ, നെയിംസ് വരുമ്പോൾ വേറും അതുപോലെ തന്നെ സിംഗുലർ സബ്ജക്റ്റായിട്ട് വരുന്ന ഹി, ഷി, ഇറ്റ്, നെയിം വരുമ്പോൾ വാസുമാണ് ചേർക്കേണ്ടത്. ഈ കാര്യം നിങ്ങൾ ഒരു കാരണവശാലും മറന്നു പോകരുത്. നമുക്ക് ഈ വ്യത്യാസം ഇപ്പോൾ ഈ ഉദാഹരണത്തിൽ നിന്നും കാണുവാൻ കഴിയും. ഐ വാസ് ഗോയിങ്, അതിൻ്റെ അർത്ഥം ഞാൻ പോകുകയായിരുന്നു. യു വെയർ വാച്ചിങ്, അതിൻ്റെ അർത്ഥം നിങ്ങൾ കാണുകയായിരുന്നു. ഹി വാസ് സ്റ്റഡിങ്, അതിൻ്റെ അർത്ഥം അവൻ പഠിക്കുകയായിരുന്നു. നിങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ പഠിക്കുന്നതിനായിട്ട് ചാപ്റ്റർ 18 ശ്രദ്ധിച്ചാൽ മതിയാകും. ഈ ടെൻസ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ മറന്നു പോകരുത്. 1. ഇവയുടെ മലയാള അർത്ഥം. 2. ഇവ ഉപയോഗിക്കേണ്ടുന്ന സാഹചര്യം. 3. ഇവയുടെ നിയമം. 4. പ്ലൂറൽ സബ്ജക്റ്റായിട്ട് വരുന്ന ഐ വരുമ്പോൾ വാസ്, അതുപോലെ തന്നെ പ്ലൂറൽ സബ്ജക്റ്റായിട്ട് വരുന്ന യു, വി, ദൈ, നെയിംസ് വരുമ്പോൾ വെയറും, അതുപോലെ തന്നെ സിംഗുലർ സബ്ജക്റ്റായിട്ട് വരുന്ന ഹി, ഷി, ഇറ്റ്, നെയിം വരുമ്പോൾ വാസുമാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി പാസ്റ്റ് ടെൻസിലെ മൂന്നാമത്തെ ഭാഗമായ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ച് പഠിക്കാം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തിരുന്നു എന്നാണ് അർത്ഥം. ഇവ ഉപയോഗിക്കേണ്ടുന്ന സാഹചര്യത്തെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു പോയ 2 സംഭവങ്ങളിൽ ആദ്യത്തെ സംഭവത്തെപ്പറ്റി പറയുവാൻ വേണ്ടിയാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇവയുടെ നിയമം വന്നിട്ട് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 എന്നതാണ് ഇവയുടെ നിയമം. സബ്ജക്റ്റ് എന്നത് ഐ, യു, വി, ദൈ, നെയിംസ്, ഹി, ഷി, ഇറ്റ്, നെയിം എന്നിവയാണ്. ഹാഡ് എന്നത് ഒരു ഓക്സിലറി വെർബാണ്. V3 എന്നത് നമ്മൾ ചെയ്യുന്ന പ്രധാന പ്രവൃത്തിയുടെ മൂന്നാമത്തെ രൂപമാണ് V3 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സബ്ജക്റ്റിനെ കുറിച്ചോ ഹാഡിനെ കുറിച്ചോ V3യെക്കുറിച്ചോ സംശയമുണ്ടെങ്കിൽ മുൻ അധ്യായങ്ങളിൽ നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് കാണുവാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് ഇവയുടെ ഉദാഹരണങ്ങൾ ഒന്ന് പഠിക്കാം. ഐ ഹാഡ് റിട്ടൺ, അതിൻ്റെ അർത്ഥം ഞാൻ എഴുതിയിരുന്നു. ഷീ ഹാഡ് ഗോൺ, അതിൻ്റെ അർത്ഥം അവൾ പോയിരുന്നു. ഹി ഹാഡ് സ്റ്റഡീഡ്, അതിൻ്റെ അർത്ഥം അവൻ പഠിച്ചിരുന്നു. കൂടുതൽ ഉദാഹരണത്തിനായിട്ട് ചാപ്റ്റർ 21 ശ്രദ്ധിച്ചാൽ മതിയാകും. നിങ്ങൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ ഈ കാര്യങ്ങൾ മറന്നു പോകരുത്. 1. ഇവയുടെ മലയാള അർത്ഥം. 2. ഇവ ഉപയോഗിക്കേണ്ടുന്ന സാഹചര്യം. 3. ഇവയുടെ നിയമം. 4. പ്ലൂറൽ സബ്ജക്റ്റായിട്ട് വരുന്ന ഐ, യു, വി,
ദൈ നെയിംസ് വരുമ്പോഴും സിംഗുലർ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന ഹി ഷി ഇറ്റ് നെയിം വരുമ്പോഴും ഹാഡ് തന്നെയാണ് വരുന്നത്. അഞ്ചാമതായിട്ട് V3 ഫോം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ച് നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് പാസ്റ്റ് ടെൻസിലെ നാലാമത്തെ ഭാഗമായ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് പഠിക്കാം. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നാണ് അർത്ഥം. ഇവ ഉപയോഗിക്കേണ്ടുന്ന സാഹചര്യത്തെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കാലത്ത് ഒരു പ്രത്യേക സമയം വരെ തുടർന്നു കൊണ്ടിരുന്ന ഒരു കാര്യത്തെപ്പറ്റി അഥവാ ഒരു സംഭവത്തെപ്പറ്റി പറയുവാൻ വേണ്ടിയാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇവയുടെ നിയമം വന്നിട്ട് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് V1 പ്ലസ് ING എന്നതാണ്. സബ്ജക്റ്റ് എന്നത് I, you, we, they, നെയിംസ്, he, she, it, name എന്നിവയാണ്. ഹാഡ് ബീൻ എന്നത് 2 ഓക്സിലറി വെർബുകളാണ്. V1 എന്നത് നമ്മൾ ചെയ്യുന്ന പ്രധാന പ്രവൃത്തി ഏതാണോ അതിനെയാണ് V1 എന്ന് പറയുന്നത്. ഈ V1ൻ്റെ കൂട്ടത്തിൽ ING ചേർത്ത് വേണം ഉപയോഗിക്കുവാൻ. ഇനി നമുക്ക് ഇവയുടെ ഉദാഹരണങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. I had been reading. അതിൻ്റെ അർത്ഥം ഞാൻ വായിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. You had been thinking. അതിൻ്റെ അർത്ഥം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. She had been arguing. അതിൻ്റെ അർത്ഥം അവൾ തർക്കിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നാണ് അർത്ഥം. കൂടുതൽ ഉദാഹരണത്തിനായി ചാപ്റ്റർ 21 ശ്രദ്ധിച്ചാൽ മതിയാകും. ഈ ടെൻസ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ മറന്നു പോകരുത്. 1. ഇവയുടെ മലയാള അർത്ഥം. 2. ഇവ ഉപയോഗിക്കേണ്ടുന്ന സാഹചര്യം. 3. ഇവയുടെ നിയമം. 4. പ്ലൂറൽ സബ്ജക്റ്റായിട്ട് വരുന്ന I, you, we, they നെയിംസും അതുപോലെ തന്നെ സിംഗുലർ സബ്ജക്റ്റായിട്ട് വരുന്ന ഹി ഷി ഇറ്റ് നെയിമും വരുമ്പോൾ ഹാഡ് ബീൻ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് ഫ്യൂച്ചർ ടെൻസിലെ 4 ഭാഗങ്ങളെക്കുറിച്ച് പഠിക്കാം. ഫ്യൂച്ചർ ടെൻസിനെ 4ആയി തരംതിരിച്ചിട്ടുണ്ട്. 1. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്നും, 2. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്നും, 3. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്നും, 4. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നും. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും എന്നാണ് അർത്ഥം. ഇവ ഉപയോഗിക്കേണ്ടുന്ന സാഹചര്യത്തെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിമിഷം അല്ലെങ്കിൽ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെപ്പറ്റി അഥവാ ഒരു സംഭവത്തെപ്പറ്റി പറയുവാൻ വേണ്ടിയാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നത്. ഇവയുടെ നിയമം വന്നിട്ട് സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1 എന്നതാണ്. സബ്ജക്റ്റ് എന്നത് I, you, we, they നെയിംസ്, he, she, it, name എന്നിവയാണ്. വിൽ എന്നത് ഒരു ഓക്സിലറി വേർബാണ്. V1 എന്നത് നമ്മൾ ചെയ്യുന്ന പ്രധാന പ്രവൃത്തി ഏതാണോ അതിനെയാണ് V1 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ മുൻ അധ്യായങ്ങൾ പഠിച്ചാൽ മതിയാകും. ഇനി നമുക്ക് ഇവയുടെ ഉദാഹരണങ്ങൾ ഒന്ന് പരിശോധിക്കാം. I will visit. അതിൻ്റെ അർത്ഥം ഞാൻ സന്ദർശിക്കും. We will meet. അതിൻ്റെ അർത്ഥം നമ്മൾ കണ്ടുമുട്ടും. She will cook. അതിൻ്റെ അർത്ഥം അവൾ പാചകം ചെയ്യും. കൂടുതൽ ഉദാഹരണത്തിനായിട്ട് ചാപ്റ്റർ 22 ശ്രദ്ധിച്ചാൽ മതിയാകും.
നിങ്ങൾ ഈ ടെൻസ് ഉപയോഗിക്കുമ്പോൾ ഈ കാര്യങ്ങൾ മറന്നു പോകരുത്. 1. ഇവയുടെ മലയാള അർത്ഥം. 2. ഇവ ഉപയോഗിക്കേണ്ടുന്ന സാഹചര്യം. 3. ഇവയുടെ നിയമം. 4. പ്ലൂറൽ സബ്ജക്റ്റായിട്ട് വരുന്ന ഐ, യു, വി, ദേ നെയിംസ് വരുമ്പോഴും സിംഗുലർ സബ്ജക്റ്റായിട്ട് വരുന്ന ഹി, ഷി, ഇറ്റ് നെയിം വരുമ്പോഴും വിൽ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ച് നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി ഫ്യൂച്ചർ ടെൻസിലെ രണ്ടാമത്തെ ഭാഗമായ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് നമുക്കൊന്ന് പഠിക്കാം. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരിക്കും എന്നാണ് അർത്ഥം. ഇവ ഉപയോഗിക്കേണ്ടുന്ന സാഹചര്യത്തെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അല്പസമയത്തിന് ശേഷം അല്ലെങ്കിൽ ഭാവിയിൽ തുടർന്നു കൊണ്ടിരിക്കും എന്ന ഒരു കാര്യത്തെപ്പറ്റി അഥവാ ഒരു സംഭവത്തെപ്പറ്റി പറയുവാൻ വേണ്ടിയാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. ഇവയുടെ നിയമം വന്നിട്ട് സബ്ജക്റ്റ് പ്ലസ് വിൽ ബി പ്ലസ് V1 പ്ലസ് ING എന്നതാണ്. സബ്ജക്റ്റ് എന്നത് ഐ, യു, വി, ദേ നെയിംസ്, ഹി, ഷി, ഇറ്റ് നെയിം എന്നിവയാണ്. വിൽ ബി എന്നത് ഓക്സിലറി വെർബുകളാണ്. V1 എന്നത് നമ്മൾ ചെയ്യുന്ന പ്രധാന പ്രവൃത്തി ഏതാണോ അതിനെയാണ് V1 എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ING ചേർത്ത് വേണം ഉപയോഗിക്കുവാൻ. ഇനി നമുക്ക് ഇവയുടെ ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാം. ഐ വിൽ ബി സ്റ്റഡിങ്, അതിൻ്റെ അർത്ഥം ഞാൻ പഠിക്കുകയായിരിക്കും. യു വിൽ ബി ക്ലീനിങ്, അതിൻ്റെ അർത്ഥം നീ വൃത്തിയാക്കുകയായിരിക്കും. ഹി വിൽ ബി വർക്കിംഗ്, അതിൻ്റെ അർത്ഥം അവൻ ജോലി ചെയ്യുകയായിരിക്കും എന്നാണ്. കൂടുതൽ ഉദാഹരണത്തിനായിട്ട് ചാപ്റ്റർ 23 ശ്രദ്ധിച്ചാൽ മതിയാകും. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി ഫ്യൂച്ചർ ടെൻസിലെ മൂന്നാമത്തെ ഭാഗമായ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് നമുക്ക് പഠിക്കാം. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തിരിക്കും എന്നാണ് അർത്ഥം. ഇവ ഉപയോഗിക്കേണ്ടുന്ന സാഹചര്യത്തെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞ് അല്ലെങ്കിൽ ഭാവിയിൽ ഒരു കാര്യം ചെയ്തിരിക്കും അല്ലെങ്കിൽ സംഭവിച്ചിരിക്കും എന്ന് പറയുവാൻ വേണ്ടിയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇവയുടെ നിയമം വന്നിട്ട് സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് പ്ലസ് V3 എന്നതാണ്. സബ്ജക്റ്റ് എന്നത് ഐ, യു, വി, ദേ നെയിംസ്, ഹി, ഷി, ഇറ്റ് നെയിം എന്നിവയാണ്. വിൽ ഹാവ് എന്നത് 2 ഓക്സിലറി വെർബുകളാണ്. V3 എന്നത് നമ്മൾ ചെയ്യുന്ന പ്രധാന പ്രവൃത്തിയുടെ മൂന്നാമത്തെ രൂപമാണ്. നിങ്ങൾക്ക് സബ്ജക്റ്റിനെ കുറിച്ചോ ഓക്സിലറി വെർബുകളെക്കുറിച്ചോ V3യെക്കുറിച്ചോ സംശയമുണ്ടെങ്കിൽ മുൻ അധ്യായങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കുവാൻ കഴിയും. ഇനി നമുക്ക് ഇവയുടെ ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാം. ഐ വിൽ ഹാവ് ഡൺ, അതിൻ്റെ അർത്ഥം ഞാൻ ചെയ്തിരിക്കും. യു വിൽ ഹാവ് പാസ്ഡ്, അതിൻ്റെ അർത്ഥം നീ ജയിച്ചിരിക്കും. ഹി വിൽ ഹാവ് മെറ്റ്, അതിൻ്റെ അർത്ഥം നീ കണ്ടുമുട്ടിയിരിക്കും. കൂടുതൽ ഉദാഹരണത്തിനായിട്ട് ചാപ്റ്റർ 29 ശ്രദ്ധിച്ചാൽ മതിയാകും. നിങ്ങൾ ഈ ടെൻസ് ഉപയോഗിക്കുമ്പോൾ ഈ കാര്യങ്ങൾ മറന്നു പോകരുത്. 1. ഇവയുടെ മലയാള അർത്ഥം. 2. ഇവ ഉപയോഗിക്കേണ്ടുന്ന സാഹചര്യം. 3. ഇവയുടെ നിയമം. 4. പ്ലൂറൽ സബ്ജക്റ്റായിട്ട് വരുന്ന ഐ, യു, വി, ദേ നെയിംസ്. അതുപോലെ തന്നെ സിംഗുലർ സബ്ജക്റ്റായിട്ട് വരുന്ന ഹി, ഷി, ഇറ്റ് നെയിം എന്നിവ വരുമ്പോഴും വിൽ ഹാവ് തന്നെയാണ് വരുന്നത്. കൂടുതൽ ഉദാഹരണത്തിനായിട്ട് ചാപ്റ്റർ 24 ശ്രദ്ധിച്ചാൽ മതിയാകും. നിങ്ങൾക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ച് നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് ഫ്യൂച്ചർ ടെൻസിലെ നാലാമത്തെ ഭാഗമായിട്ട് വരുന്ന ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിക്കാം. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ചെയ്തുകൊണ്ടേയിരിക്കുകയായിരിക്കും എന്നാണ് അർത്ഥം. ഇവ ഉപയോഗിക്കേണ്ടുന്ന സാഹചര്യത്തെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയത്തിന് ശേഷം അല്ലെങ്കിൽ ഭാവിയിൽ ഒരു നിശ്ചിത സമയം വരെ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി അഥവാ ഒരു സംഭവത്തെപ്പറ്റി പറയുവാനായിട്ടാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇവയുടെ നിയമം വന്നിട്ട് സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് ബീൻ പ്ലസ് V1 പ്ലസ് ING എന്നതാണ്. സബ്ജക്റ്റ് എന്നത് ഐ, യു, വി, ദൈ, നെയിംസ്, ഹി, ഷി, ഇറ്റ്, നെയിം എന്നിവയാണ്. വിൽ ഹാവ് ബീൻ എന്നത് 3 ഓക്സിലറി വെർബുകളാണ്. V1 എന്നത് നമ്മൾ ചെയ്യുന്ന പ്രധാന പ്രവൃത്തി ഏതാണോ അതിനെയാണ് V1 എന്ന് പറയുന്നത്. V1ൻ്റെ കൂട്ടത്തിൽ ING ചേർത്ത് വേണം ഉപയോഗിക്കുവാൻ. നിങ്ങൾക്ക് ഇവയെക്കുറിച്ച് സംശയമുണ്ട് എങ്കിൽ മുൻ അധ്യായങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. ഇനി നമുക്ക് ഇവയുടെ ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാം. ഐ വിൽ ഹാവ് ബീൻ ഇംപ്രൂവിങ്. അതിൻ്റെ അർത്ഥം ഞാൻ മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയായിരിക്കും എന്നാണ് അർത്ഥം. ദേ വിൽ ഹാവ് ബീൻ ഹെൽപ്പിംഗ്. അതിൻ്റെ അർത്ഥം അവർ സഹായിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കും എന്നാണ്. ഷീ വിൽ ഹാവ് ബീൻ വെയിറ്റിംഗ്. അതിൻ്റെ അർത്ഥം അവൾ കാത്തുകൊണ്ടേയിരിക്കുകയായിരിക്കും എന്നാണ്. കൂടുതൽ ഉദാഹരണത്തിനായിട്ട് ചാപ്റ്റർ 25 ശ്രദ്ധിച്ചാൽ മതിയാകും. നിങ്ങൾ ഈ ടെൻസ് ഉപയോഗിക്കുമ്പോൾ ഈ കാര്യങ്ങൾ മറന്നു പോകരുത്. 1. ഇവയുടെ മലയാള അർത്ഥം. 2. ഇവ ഉപയോഗിക്കേണ്ടുന്ന സാഹചര്യം. 3. ഇവയുടെ നിയമം. 4. പ്ലൂറൽ സബ്ജക്റ്റായിട്ട് വരുന്ന ഐ, യു, വി, ദൈ, നെയിംസ്. അതുപോലെ തന്നെ സിംഗുലർ സബ്ജക്റ്റായിട്ട് വരുന്ന ഹി, ഷി, ഇറ്റ്, നെയിം എന്നിവ വരുമ്പോഴും വിൽ ഹാവ് ബീൻ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഈ അധ്യായത്തിൽ പഠിച്ച 12 ടെൻസുകളും നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. ഇവ നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ അധ്യായം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. മാത്രമല്ല, നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്ക് ഇംഗ്ലീഷ് പഠിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവരെ കൂടി ഈ ചാനൽ പരിചയപ്പെടുത്തുക. സർവശക്തൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.